സൂപ്പറായിരുന്നു, അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടെന്തോ പടത്തിനകത്ത്? ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന നല്ലപോലെ, എസ്പെഷ്യലി ലാസ്റ്റ് ക്ലൈമാക്സിന്റെ ഏരിയയിലൊക്കെ ചെയ്തേക്കുന്ന നല്ലപോലെ. എങ്ങനെയുണ്ട് ടോവിനോ? എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനോ നല്ല അടിപൊളിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞൊരു മൂഡിലല്ലേ വരുന്നത്? അപ്പൊ എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു ജോണറിൽ ആണ്, പക്ഷെ കുറെയൊക്കെ പിന്നെ വരുന്നതും കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൊള്ളാം. ഓക്കെ എന്നേ പറയാൻ പറ്റൂ. നമുക്കൊരു എന്താ പറയാ, കണക്ഷൻ കിട്ടല്ലേ. കണക്ഷൻ കിട്ടിയാലല്ലേ നമുക്ക് പടം കണക്റ്റോ. ആ ഒരു എലമെന്റ് അല്ലേ പറഞ്ഞില്ലേ. ഫ്രെയിം വൈസ് ഓക്കെയാണ്. അത്ര പടം വൺ ടൈം വാച്ച്. എങ്ങനെയുണ്ട് ടോവിനോ? ടോവിനൊക്കെ നൈസാണ്. ഫ്രെയിം ഓക്കെയാണ്, പക്ഷെ പടം സ്റ്റോറി കണക്ട് ആവണില്ല. കുഴപ്പമില്ല. എന്തൊക്കെ ഒരു കാണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു പ്രശ്നമില്ല. ലൈക്ക് ഒരു മിസ്റ്ററി ത്രില്ലർ ഫിലിമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, അവസാനമൊക്കെ ഇപ്പൊ പിക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ ടോവിനോ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇത് ഇൻവെസ്റ്റിഗേഷൻ മർഡർ അങ്ങനത്തെ രീതിയിൽ പോകുന്നതുകൊണ്ട് ട്വിസ്റ്റുകളൊക്കെ നമുക്ക് പ്രഡിക്റ്റ് കുറച്ച് പാടായിരുന്നു. സ്റ്റിൽ ഓക്കെ. ലൈക്ക് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ത്രില്ലർ അല്ലേ. ലൈക്ക് അവസാനമൊക്കെ ത്രില്ലിംഗ് ആണ്. തുടക്കത്തിൽ കുറച്ചിലാകും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നൈസായിട്ട് പിക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ കാണാം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് സിനിമയാണ്. എന്താണ് പടത്തിന്റെ അത് പറയാനുള്ളത്? എടുത്ത് പറയാൻ പ്രീവിയസ് വർക്കിനെ കാട്ടി കൊള്ളായിരുന്നു. ഫോറൻസിക്കിനെ കാട്ടി കൊള്ളായിരുന്നു. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ്. എങ്ങനെയുണ്ട് നമ്മളെ ടോവിനോ? എങ്ങനെ ടോവിന് കൊള്ളാമായിരുന്നു. എന്താണ് പടം? ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒന്നും റിവ്യൂ ഒന്നും വായിക്കാതെ പോയി കാണുന്നതായിരിക്കും നല്ലത്. സസ്പെൻസ് ആണോ പടം? എൻഗേജിങ് ആണ്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ടോവിൻ ഞെട്ടിച്ചാ? അങ്ങനെയൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ഇവരുടെ ഒരു ഫോറൻസിക് വെച്ച് ഈ ഒരു പടം എങ്ങനെയുണ്ട്? ഫോറൻസിക് ഇതിനേക്കാളും ബെറ്റർ ആണ്. മലയാളത്തിൽ കുറെ ആഘോഷം വന്നിരിക്കുമല്ലോ. കുഴപ്പമില്ല. അങ്ങനെ പറയാനില്ല. ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിച്ച് എന്തൊക്കെയോ ഒരു പറയാൻ ഉദ്ദേശിച്ച് കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ തോന്നി. കൊള്ളാം. ഫോറസ്റ്റിക്കിന്റെ അപ്പനൊന്നുമല്ല ഇത്. എന്തായാലും നമ്മുടെ ലാലേട്ടനെയൊക്കെ പോലെ ഒരു മാസ് പടമാണിത്. മാസാണ് ടോവിനൊരു ഇത്രയും നാൾ നമ്മൾ കാണാത്ത ടോവിനൊരു ഒരു ഫേസ് ആണ് ഇതിൽ. മാസ് ഏറമ്മിന് ശേഷം ഒരു മാസ് സാധനമാണ് ടോവിനർ. എന്തായാലും ഒരു സൂപ്പറാണ്. ഈ 2025 ടോവിനോയുടെ തുടക്കം എൻ്റെ ആ ഒരു എൻട്രി എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കാർ ഇടിച്ചിട്ട് അങ്ങോട്ട് മാറിയിക്കാം. ടോവിന് ഇതിപ്പോ ദൃശ്യം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ ബേസിൽ ആരെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അമലാപ്പോളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ടോവിനെ സംബന്ധിച്ച് ഇത് ഇന്റർവെല്ലിന് ശേഷം ഈ ഒരു പടം ഒരു വേറെ ലെവലാണ്. ഇന്റർവെല്ലിന് ശേഷം ഫ്ലാറ്റ് ആയിട്ടോ, വലിയ ഇമ്പാക്ട് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കുഴപ്പമില്ല. ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട്? ഒരു ത്രില്ലർ പടമാണോ? ത്രില്ലർ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ എന്തോ നമുക്ക് അത്ര ഒരു ത്രില്ലറായിട്ട് തോന്നിയില്ല. കാരണം നെക്സ്റ്റ് വരുന്നത് മുഴുവൻ സീൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കണ്ടുമടുത്തിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ആണോ? കണ്ടുമടുത്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ 2025 ഈ ഇങ്ങനൊരു വിഷയം വെച്ചിട്ട് അത് വരുന്നതിലുള്ളൊരു ടോവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനൊക്കെ അടിപൊളി. എല്ലാവരും പെർഫോമൻസ് എല്ലാം ഗംഭീര. മേക്കിംഗ്, സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും എഡിറ്റിംഗ് ആയിരുന്നാലും എല്ലാം ടെക്നിക്കൽ പരിപാടികളെല്ലാം ടോപ്പ് നോച്ചാണ്. പക്ഷെ പറഞ്ഞൊരു ത്രില്ലിംഗ് മൊമെന്റ് സ്റ്റോറി ഉണ്ട്, പക്ഷേ നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഹൈ മൊമെന്റ്സ് ഒന്നും അങ്ങനെ കിട്ടിയില്ല. ആ ക്ലൈമാക്സ്, ആ ഒരു ഫൈറ്റ് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആണോ? കാണാം. കഥ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുറച്ചുകൂടെ മേക്കിങ്ങും വർക്കൊക്കെ ഭയങ്കര അടിപൊളി, പക്ഷെ കഥ ഇച്ചിരി ലാഗ് തോന്നി. ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പെർഫോമൻസ് ഒക്കെ നല്ല ഭയങ്കര. അല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല ആക്ടിങ്. ബ്രോ, പടം വൈസ് നോക്കിയ പടം കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കുഴപ്പമില്ല. കാരണം അവസാനത്തെ ടോവിനോ ലുലുമോളൊന്നും പറഞ്ഞു അവസാനം 40 മിനിറ്റ് കൊള്ളാമെന്ന്. ആയിരം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി കുഴപ്പമില്ല. പിന്നെ നമ്മളെ പുഷ്പയിൽ ഫഹദ് ഫാസിലിനെ പോലെ 3 പടത്തിൽ അഭിനയിച്ച പോലെ തൃശ വന്നത്. അഭിനയം മാത്രം കൊണ്ടുവരാൻ കഴിയും. അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്തില്ല. പടം ഓവറോൾ നോക്കിയാൽ കൊള്ളാം, കുഴപ്പമില്ല. ഭയങ്കര ഇങ്ങനത്തെ സംഭവം കാണുന്നവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് സംഭവം.
എങ്ങനെയുണ്ട് ടോവിനോ എങ്ങനെ ഉണ്ടായിരുന്നു ടോവിനോ? ടോണൊന്നും നന്നായിട്ടുണ്ട്. പുള്ളി ലുലുമോൾ വന്നപ്പോൾ പ്രൊമോഷൻ ഒന്ന് പറഞ്ഞിരുന്നു അവസാനം 40 മിനിറ്റ് കൊള്ളാം. ഓവറോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഏതാ കണ്ടിരിക്കാമോ പടം? കണ്ടിരിക്കാനുള്ളതുണ്ട്. പിന്നെ കുറച്ച് എല്ലായിടത്തും ഉള്ള ക്ലീശ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോവിനോ നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൃഷ്ണയും അതെ അതെ വന്നു നല്ലതായി. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ പറയാൻ? പടത്തില് ഫസ്റ്റ് ഹാഫ് നൈസാണ്, പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. അല്ല കാച്ചേ സീന് അത്യാവശ്യം ഫൈറ്റ് സീൻസ് ഒക്കെ ഓക്കെയാണ്. ടൊവിനോ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് അല്ല, അത്യാവശ്യം നമുക്ക് എന്താ പറയാ, അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ട് നല്ല മേക്കിംഗ് കൊള്ളാം. നല്ല റൈറ്റിംഗ് റൈറ്റിംഗ്സ് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. അല്ല അത്യാവശ്യം നല്ല ടൊവിനോ പെർഫോമൻസ് വെച്ച് അല്ല, അത്യാവശ്യം തൃശ്ശയുടെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. ഇല്ല നല്ല ബെറ്റർ ആയിരുന്നു. നല്ല ഡബിങ് കൊള്ളായിരുന്നു. അല്ല തൃശ്ശ പെർഫോമൻസും കൊള്ളായിരുന്നു. നല്ലതായിരുന്നു. പടം ഓക്കെയാണ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ചുമ്മാ എഴുതി വെച്ചാലേ ട്വിസ്റ്റ് ആണെങ്കിലും എല്ലാത്തിനും ലോജിക്കലി കണക്ഷൻ നോക്കിയിട്ടുണ്ട്. അവരെല്ലാം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെയാണ്. കൊള്ളാം, മേക്കിംഗ് അല്ല ഒരു ത്രില്ലറാണ്. ത്രില്ലറുള്ള കുറച്ച് ആക്ഷൻ അങ്ങനെയല്ല, ഒരു ക്യാരക്ടർ എങ്ങനെയല്ല, വേറെ ക്യാരക്ടർ നല്ലതാണ്. കുഴപ്പമില്ല, ഫോറൻസിക്കിന്റെ അത്രയും വന്നിട്ടില്ല. കണ്ടിറങ്ങിയപ്പോ ഓക്കെ ത്രില്ലറാണ്, ആക്ഷൻ ത്രില്ലറാണ്. കുഴപ്പമില്ല, ഫൈറ്റ് ഒക്കെ സൂപ്പറാണ്.